അപ്പോൾ ഓർഡർ ഓഫ് ആൻ എലിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ORD ഓഫ് എ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. ഓർഡർ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഏത് എലിമെന്റ് വേണമെങ്കിലും ആവാം. So it's the smallest integer n such that a power n is congruent to e mod n. അപ്പോൾ ഈ a എന്ന് പറഞ്ഞ എലിമെന്റിന് നമുക്ക് ഓർഡർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ a പവർ n കണ്ടുപിടിക്കുക. അപ്പോൾ ഓരോ പവർ നമ്മൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഏത് പവർ എടുക്കുമ്പോഴാണോ ഇറ്റ്സ് കോൺഗ്രുവന്റ് ടു ഐഡന്റിറ്റി എലിമെന്റ് ആയിട്ട് കിട്ടുന്നത് ആ എലിമെന്റിനെ ആയിരിക്കും നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് ഓർഡർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഓരോ എലിമെന്റ് ആവാം, എലിമെന്റ് എടുക്കുക, ഓരോന്നിനും ഓരോ പവർ എടുക്കുക, പവർ 1 2 3 ഓരോന്ന് എടുത്ത് നോക്കുക. ഇനി ഏത് പവർ എടുക്കുമ്പോഴാണോ നമുക്ക് കോൺഗ്രുവന്റ് ടു ഐഡന്റിറ്റി എലിമെന്റ് മോഡേൺ ആയിട്ട് കിട്ടുന്നത് ആ എലിമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്നിന്റെ വാല്യൂ ആയിരിക്കും നമ്മളുടെ ഓർഡർ എന്ന് പറയുന്നത്. So order of A is the smallest integer n such that a power n is congruent to e mod n. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പിലെ ഓരോ എലിമെന്റ്സിനും നമുക്ക് ചെയ്യാം. അപ്പോൾ ഓരോ എലിമെന്റിനും നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഓർഡർ കണ്ടുപിടിക്കാനും പറ്റും. അപ്പോൾ ഇ എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രൂപ്പിന്റെ ഐഡന്റിറ്റി എലിമെന്റ് ആയിരിക്കും. ഓർഡർ ഓഫ് ആൻ എലിമെന്റ് ഇസ് ദ ഓർഡർ ഓഫ് ദ സൈക്ലിക് ഗ്രൂപ്പ് വിച്ച് ജനറേറ്റ്സ്. അപ്പോൾ ഓർഡർ കമ്പ്യൂട്ടേഷന്റെ എക്സാമ്പിൾ നോക്കാം. Find the order of the elements in the group G equal to Zn star with operation multiplication. ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട Zn സ്റ്റാർ എന്ന് പറഞ്ഞ സെറ്റ് ഏതാണെന്നാണ്. അപ്പൊ Zn എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 മുതൽ n-1 വരെ, അതായത് 10-1 വരെ. സോ 0 to 9 വരെയുള്ള എലിമെന്റ്സ് ആയിരിക്കും ഇതിൽ ഉണ്ടാവുക. അപ്പൊ Zn സ്റ്റാർ എന്ന് പറഞ്ഞാല് ഈ 0 to 9 നമ്പേഴ്സിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന നമ്പേഴ്സ് മാത്രമാണ് നമ്മൾ Zn സ്റ്റാറിൽ ഇൻക്ലൂഡ് ചെയ്യുക. So it includes only elements in Zn with multiplicative inverse. അപ്പോൾ ഈ ഒരു സെറ്റില് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് 1 3 7 and 9 ഈ 4 നമ്പേഴ്സിനാണ്. അപ്പോൾ അതാണ് Zn സ്റ്റാർ എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ Zn സ്റ്റാർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഓരോ എലിമെന്റ്സ് ചെയ്തെടുക്കുക, അതിന്റെ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓർഡർ കണ്ടുപിടിക്കുക. നമ്മളുടെ ഓപ്പറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ഐഡന്റിറ്റി എലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1 ഇൻ ദ കേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ബിക്കോസ് ഒരു എലിമെന്റും ഈ ഐഡന്റിറ്റി എലിമെന്റും കൊണ്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ എലിമെന്റ് തന്നെ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഐഡന്റിറ്റി എലിമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ 1 3 7 9 ഓരോ എലിമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഓർഡർ കണ്ടുപിടിക്കാൻ പോവാണ്. സോ ആദ്യം ഫസ്റ്റ് എലിമെന്റ് 1 എടുത്തു. സോ ഫോർ ദ എലിമെന്റ് 1. So 1 power 1 is congruent to 1 more 10. 1 power 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് 1 തന്നെയാണ് നമുക്ക് ഇവിടെ റിസൾട്ട് കിട്ടുക. അപ്പോൾ കോൺഗ്രുവന്റ് ടു 1 more 10 എന്ന് കിട്ടി. അപ്പോൾ ഈ 1 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഐഡന്റിറ്റി എലിമെന്റും 1 തന്നെയാണ്. സോ ഈ ഫസ്റ്റ് എലിമെന്റ് 1 എടുത്തു, പവർ സം വാല്യൂ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തിന് കോൺഗ്രുവന്റ് ആയിട്ട് കിട്ടി, കോൺഗ്രുവന്റ് ടു ഐഡന്റിറ്റി എലിമെന്റ് ആയിട്ട് നമുക്ക് കിട്ടി. എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താണ്, നമ്മൾ ഈ എടുത്ത പവർ ഏതാണോ അതാണ് ഈ 1ന്റെ ഓർഡർ. സോ ഓർഡർ ഓഫ് 1 ഈക്വൽ ടു ഈ 1. അതാണ് ഓർഡർ ഓഫ് 1 ഈക്വൽ ടു 1 എഴുതിയിരിക്കുന്നത്. ഈ സെക്കൻഡ് എലിമെന്റ് നമ്മൾ 3 കൺസിഡർ ചെയ്യാം. സോ 3 power 1 എടുത്തപ്പോൾ നമുക്ക് 3 mod 10 കിട്ടി. ഈ mod 10 വന്നതുകൊണ്ടാണ് നമുക്കറിയാം നമ്മൾ Zn സ്റ്റാർ ആണ് നമ്മളുടെ സെറ്റ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഓപ്പറേഷൻസും ചെയ്യുമ്പോൾ നമ്മൾ മോഡുലോ 10 ആയിരിക്കണം ചെയ്യേണ്ടത്. അപ്പൊ സെക്കൻഡ് എലിമെന്റ് എടുത്തു, 3 power 1 എടുത്തു, ഇസ് കോൺഗ്രുവന്റ് ടു 3 mod 10 കിട്ടി. ഇനി 3 power 2 എടുക്കുമ്പോൾ 3 into 3 നമുക്കറിയാം 9 mod 10 കിട്ടും. ഈ 3 power 3 ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം 3 into 3 into 3 ഇപ്പൊ 27 കിട്ടും. 27 ആകുമ്പോഴത്തേക്ക് 7 mod 10 കിട്ടി. ഇനി 3 power 4 എടുക്കുകയാണെങ്കിൽ 3 square into 3 square 9 into 9 നമുക്ക് 81 mod 10 കിട്ടും. അപ്പൊ 81 mod 10 നമുക്ക് എന്തിനു കോൺഗ്രുവന്റ് ആണ്, is congruent to 1 mod 10 which is same as that of the identity element. എന്ന് പറഞ്ഞാൽ 3യുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ പവർ ആയിരിക്കും 3യുടെ ഓർഡർ. ദാറ്റ് is order of 3 equal to 4. നെക്സ്റ്റ് എലിമെന്റ് 7 നമ്മൾ കൺസിഡർ ചെയ്യുക. സോ 7 power 1 is congruent to 7 mod 10. 7 power 2 എടുക്കാൻ നമുക്കറിയാം 49 mod 10 ആണ്. അത് നമുക്ക് congruent to 9 mod 10 എഴുതാം. ഈ 7 power 3 എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 343 mod 10 ആണ്. ദാറ്റ് ഈസ് congruent to 340 പോയി കഴിഞ്ഞാൽ 3 mod 10. ഈ 7 power 4 എടുക്കുകയാണെങ്കിൽ 2401 mod 10 ആണ് വരിക. ദാറ്റ് ഈസ് congruent to 1 mod 10. അപ്പൊ നമുക്ക് 7 power 4 എടുത്തപ്പം congruent to ഐഡന്റിറ്റി എലിമെന്റ് ആയിട്ട് കിട്ടി. So that means order of 7 equal to 4. അതാണ് എഴുതിയിട്ടുള്ളത്. ഈ ലാസ്റ്റ് എലിമെന്റ് 9. ഈ 9 power 1 എടുത്താൽ congruent to 9 mod 10. 9 power 2 ആണെങ്കിൽ congruent to 9 into 9 81 mod 10. That is congruent to 1 mod 10. അപ്പോൾ 9 power 2 എടുത്തപ്പോൾ നമുക്ക് congruent to ഐഡന്റിറ്റി എലിമെന്റ് ആയിട്ട് കിട്ടി. So that means 9ന്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. So order of 9 equal to 2. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ഗ്രൂപ്പ് തന്നാൽ അതിന്റെ എലമെന്റ്സിന്റെ ഓർഡർ കണ്ടുപിടിക്കേണ്ടത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പവർ എടുക്കുമ്പോൾ നോർമൽ മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെയായിരിക്കും നമ്മൾ പവർ കൺസിഡർ ചെയ്യാൻ.
ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഫൈൻഡ് ദ ഓർഡർ ഓഫ് ദ എലമെന്റ്സ് ഇൻ ദ ഗ്രൂപ്പ് G ഈക്വൽ ടു Z6 വിത്ത് ഓപ്പറേഷൻ അഡീഷൻ. Z6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അകത്ത് 0 മുതൽ n-1 വരെയുള്ള എല്ലാ എലമെന്റ്സും ഉണ്ടായിരിക്കും. സോ 0, 1, 2, 3, 4, 5. ഇനി നമ്മളുടെ ഓപ്പറേഷൻ അഡീഷൻ ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. അപ്പൊ 0 ആവുന്നതുകൊണ്ട് മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രൂപ്പിലുള്ള സെറ്റിലുള്ള ഓരോ എലമെന്റ്സും എടുത്ത് 0 ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെയിം എലമെന്റ് തന്നെ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മളിതിൽ ഓരോ എലമെന്റ്സും എടുത്ത് അതിന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ പോവാണ്. സോ ഫസ്റ്റ് എലമെന്റ് 0. സോ ഫോർ എലമെന്റ് 0 പവർ 1 ഈസ് കോൺഗ്രുവന്റ് ടു 0 mod 6. Z6 ആയതുകൊണ്ടാണ് നമ്മൾ mod 6 നമ്മൾ ഓപ്പറേഷൻ എല്ലാം യൂസ് ചെയ്യുന്നത്. സോ 0 പവർ 1 എന്ന് പറഞ്ഞാൽ ഇസ് കോൺഗ്രുവന്റ് ടു 0 തന്നെയാണ്. അപ്പൊ ദാറ്റ് മീൻസ് ഈ 0ക്ക് 1 എന്ന് പറഞ്ഞ പവർ എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോൺഗ്രുവന്റ് ടു ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് കിട്ടി. സോ ദാറ്റ് മീൻസ് ദ ഓർഡർ ഓഫ് 0 ഈസ് 1. അപ്പൊ അതാണ് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് എലമെന്റ് 1 നമ്മൾ കൺസിഡർ ചെയ്യാം. സോ 1 പവർ 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഇറ്റ്സ് കോൺഗ്രുവന്റ് ടു 1 mod 6. 1 പവർ 2 ആകുമ്പോൾ എന്തായിരിക്കും? 1 into 1 അല്ല 1 plus 1 ആയിരിക്കും. ബിക്കോസ് നമ്മുടെ ഗ്രൂപ്പിൽ കൺസിഡർ ചെയ്യുന്ന ഓപ്പറേഷൻ അഡീഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് 1 പവർ 2 എന്ന് പറഞ്ഞാൽ 1 plus 1 ആണ് നമ്മളോട് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് 1 plus 1 mod 6 ദാറ്റ് ഈസ് കോൺഗ്രുവന്റ് ടു 2 mod 6. നെക്സ്റ്റ് 1 പവർ 3 കൺസിഡർ ചെയ്യുമ്പോൾ 1 plus 1 plus 1 അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 mod 6 കിട്ടും. ഇനി 1 പവർ 4 ആകുമ്പോഴത്തേക്കും 1 plus 1 plus 1 plus 1 ദാറ്റ് ഈസ് കോൺഗ്രുവന്റ് ടു 4 mod 6 കിട്ടും. ഇനി 1 പവർ 5 എടുക്കുകയാണെങ്കിൽ 1 plus 1 plus 1 plus 1 plus 1 1 5 ടൈംസ് നമ്മൾ ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൺഗ്രുവന്റ് ടു 5 mod 6 കിട്ടും. ഇനി 1 പവർ 6 എടുക്കുമ്പോൾ നമ്മൾ 1 6 ടൈംസ് ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6 mod 6 കിട്ടും. ദാറ്റ് ഈസ് കോൺഗ്രുവന്റ് ടു 0 mod 6. ഈ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഐഡന്റിറ്റി എലമെന്റ് ആണ്. സോ ദാറ്റ് മീൻസ് 1 എന്ന് പറഞ്ഞ എലമെന്റിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും. സോ ഓർഡർ ഓഫ് 1 ഈക്വൽ ടു 6. നെക്സ്റ്റ് എലമെന്റ് 2 നമ്മൾ കൺസിഡർ ചെയ്യാം. ആദ്യം 2 പവർ 1 എടുക്കുന്നു. ദാറ്റ് ഈസ് കോൺഗ്രുവന്റ് ടു 2 mod 6. 2 പവർ 2 എന്ന് പറയുമ്പോൾ 2 രണ്ട് പ്രാവശ്യം ആഡ് ചെയ്യുക. 2 plus 2 mod 6 ദാറ്റ് ഈസ് കോൺഗ്രുവന്റ് ടു 4 mod 6. ഈ 2 പവർ 3 എന്ന് പറഞ്ഞാൽ 2 3 പ്രാവശ്യം ആഡ് ചെയ്യുക. 2 plus 2 plus 2 ദാറ്റ് ഈസ് 6 mod 6 ദാറ്റ് ഈസ് കോൺഗ്രുവന്റ് ടു 0 mod 6. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? കോൺഗ്രുവന്റ് ടു ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് കിട്ടി. സോ ദാറ്റ് മീൻസ് 2ന്റെ ഓർഡർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. സോ ഓർഡർ ഓഫ് 2 ഈക്വൽ ടു 3. നെക്സ്റ്റ് എലമെന്റ് 3 കൺസിഡർ ചെയ്യുന്നു. അപ്പൊ 3 പവർ 1 നമുക്കറിയാം കോൺഗ്രുവന്റ് ടു 3 mod 6. 3 പവർ 2 എന്ന് പറഞ്ഞാൽ 3 രണ്ട് പ്രാവശ്യം ആഡ് ചെയ്യുക. സോ 3 plus 3 mod 6 ദാറ്റ് ഈസ് 6 mod 6 ദാറ്റ് ഈസ് കോൺഗ്രുവന്റ് ടു 0 mod 6. എന്ന് പറഞ്ഞാൽ 3 പവർ 2 എടുത്തപ്പോൾ നമുക്ക് ഐഡന്റിറ്റി എലമെന്റിന് കോൺഗ്രുവന്റ് ആയിട്ട് കിട്ടി. സോ ദാറ്റ് മീൻസ് ഓർഡർ ഓഫ് 3 ഈക്വൽ ടു 2. അപ്പൊ 3യുടെ ഓർഡർ നമുക്ക് 2 കിട്ടി. നെക്സ്റ്റ് ഫോർ എലമെന്റ് 4 പവർ 1 എടുക്കുമ്പോൾ ഇസ് കോൺഗ്രുവന്റ് ടു 4 mod 6. ഈ 4 പവർ 2 ആകുമ്പോൾ 4 രണ്ട് പ്രാവശ്യം ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 4 plus 4 mod 6 ദാറ്റ് ഈസ് കോൺഗ്രുവന്റ് ടു 8 mod 6 കിട്ടും. നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 mod 6 എന്ന് കിട്ടും. ഈ 4 പവർ 3 എന്ന് പറഞ്ഞാൽ 4 3 പ്രാവശ്യം ആഡ് ചെയ്യുക. 4 plus 4 plus 4 ദാറ്റ് ഈസ് 12 mod 6 ദാറ്റ് ഈസ് കോൺഗ്രുവന്റ് ടു 0 mod 6. അപ്പൊ ഈ കേസിൽ നമുക്ക് 4 പവർ 3 എടുത്തപ്പോൾ കോൺഗ്രുവന്റ് ടു 0 mod 6 ആയിട്ട് കിട്ടി. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? 4ന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. സോ ഓർഡർ ഓഫ് 4 ഈക്വൽ ടു 3. ഈ ലാസ്റ്റ് എലമെന്റ് ആണ് 5. സോ 5 പവർ 1 എടുക്കുമ്പോൾ ഇറ്റ്സ് കോൺഗ്രുവന്റ് ടു 5 mod 6. ഈ 5 പവർ 2 ആകുമ്പോൾ 5 രണ്ട് പ്രാവശ്യം ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 5 plus 5 mod 6 ദാറ്റ് ഈസ് കോൺഗ്രുവന്റ് ടു 10 mod 6. 10 mod 6 നമുക്ക് റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ കോൺഗ്രുവന്റ് ടു 4 mod 6 എന്ന് കിട്ടും. ഇനി 5 പവർ 3 നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ 5 3 പ്രാവശ്യം ആഡ് ചെയ്യുക. 5 plus 5 plus 5 mod 6 അതായത് 15 mod 6 എന്ന് പറയുമ്പോൾ 6 into 2 12. അത് കഴിഞ്ഞ് റിമൈൻഡർ വിൽ ബി 3 ദാറ്റ് ഈസ് കോൺഗ്രുവന്റ് ടു 3 mod 6 എന്ന് കിട്ടി. ഇനി 5 പവർ 4 എടുക്കുക. അപ്പൊ 5ന് 4 പ്രാവശ്യം ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൺഗ്രുവന്റ് ടു 20 mod 6. 20 mod 6നെ റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 mod 6ന്റെ കോൺഗ്രുവന്റ് ആയിട്ട് കിട്ടും. ഇനി 5 പവർ 5 ചെയ്യുമ്പോൾ 5 ടൈംസ് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് കോൺഗ്രുവന്റ് ടു 25 mod 6. 25 mod 6 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കോൺഗ്രുവന്റ് ടു 1 mod 6. നമുക്കറിയാം 6 4 24 ആണ്. അപ്പൊ റിമൈൻഡർ ആണ് 1 കിട്ടുക. ഈ 5 പവർ 6 ചെയ്യുമ്പോൾ 5 നമ്മൾ 6 ടൈംസ് ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 30 mod 6. 30 mod 6 ഈസ് കോൺഗ്രുവന്റ് ടു 0 mod 6. എന്ന് പറഞ്ഞാൽ 5 പവർ 6 ചെയ്തപ്പോൾ നമുക്ക് കോൺഗ്രുവന്റ് ടു ഐഡന്റിറ്റി എലമെന്റ് 0 ആയിട്ട് കിട്ടി. സോ ദാറ്റ് മീൻസ് ഓർഡർ ഓഫ് 5 ഈക്വൽ ടു 6. സോ ഓർഡർ ഓഫ് 5 ഈക്വൽ ടു 6 അതാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കേസുകളാണ്.
നമ്മൾ ഓപ്പറേഷൻ ഏതാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ എ പവർ എൻ കമ്പ്യൂട്ട് ചെയ്യാൻ. ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എ പവർ എൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എ ഇൻറ്റു എ എൻ ടൈംസ് ആയിരിക്കണം ചെയ്യേണ്ടത്. ഇനി ഓപ്പറേഷൻ നമ്മളുടെ അഡീഷൻ ആണെന്നുണ്ടെങ്കിൽ എ പവർ എൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് എ എൻ ടൈംസ് ആയിരിക്കണം ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പിലെ എലമെന്റ്സിന്റെ ഓർഡർ കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.